ഒരു ദിവസം അന്ന് വൈകുന്നേരം എന്നെ ചിന്തിപ്പിച്ച ഒരു ദിവസമായിരുന്നു. കാരണം ഉച്ചയ്ക്ക് മുൻപേ എൻ്റെ ക്ലിനിക്കിൽ വന്ന 3 അനുഭവങ്ങളാണ് അതിന് കാരണം. അനുഭവസ്ഥരുടെ സമ്മതത്തോടു കൂടിയിട്ട് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അത് പങ്കുവെക്കുകയാണ്. പൂർണ്ണമായും അവരുടെ അനുമതിയോട് കൂടിയിട്ട് നിങ്ങളോട് ആ 3 കേസുകളും ഞാൻ പങ്കുവെക്കാൻ പോവുകയാണ്. അന്ന് രാവിലെ ഒരു അധ്യാപിക ടീച്ചറാണ് ക്ലിനിക്കിൽ വന്നത്. അവർക്ക് 50 വയസ്സാണുള്ളത്. പക്ഷേ അവർ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചു, 56ാമത്തെ വയസ്സിലാണല്ലോ കേരള ഗവൺമെൻറ് റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് 56 വയസ്സാണ്. പക്ഷേ ഇവർ 50 വയസ്സായപ്പോൾ തന്നെ റിട്ടയർഡ് ആയിട്ടുണ്ട്, വോളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് 6 വർഷങ്ങൾ കൂടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് റിട്ടയർഡ് ആവാൻ, എന്തുകൊണ്ടാണ് നേരത്തെ റിട്ടയർമെൻറ്റ് വാങ്ങിച്ചത്? ആ ഉമ്മ, ആ ടീച്ചർ എന്നോട് പറഞ്ഞു, ടീച്ചറുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു വലിയ കഥയാണ് അവർ മുൻപിൽ പങ്കുവെച്ചത്. ഒറ്റ മകളാണ് അവർക്കുള്ളത്. 2 പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. ആ ഉമ്മയും ഉപ്പയും അവർക്ക് ഓരോ മാസവും ലഭിക്കുന്ന ഓരോ നാണയത്തുണ്ടും ഈ മകൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അവളുടെ പഠനത്തിന് വേണ്ടി, അവളുടെ ഭാവി ജീവിതം മനോഹരമാക്കാൻ വേണ്ടി സ്വന്തം ചെലവഴിക്കാതെ മകൾക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായും മാറ്റിവെക്കുകയാണ്. മകളാണെങ്കിൽ പാഠ്യേതര വിഷയങ്ങളിൽ മിടുക്കിയാണ്. മത്സരിച്ച എല്ലാ മത്സരങ്ങളിലും 1ാം സ്ഥാനം കരസ്ഥമാക്കി വളർന്നു വന്ന ഒരു മിടുക്കിയായ പെൺകുട്ടി. അങ്ങനെ കേരളത്തിലെ പഠനമൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു യൂണിവേഴ്സിറ്റിയിൽ തുടർ പഠനത്തിന് യോഗ്യത ലഭിച്ച് അവൾ പോവാണ്. അങ്ങനെ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു തുടങ്ങി. 6 വർഷത്തെ കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1.5 വർഷം കൂടെ കോഴ്സ് പൂർത്തിയാക്കാൻ ബാക്കിയിരിക്കെ ഒരു ദിവസം പതിവ് പോലെ ഉമ്മയെ വിളിച്ച സമയത്ത് മോള് പറയുകയാണ്, അവൾക്ക് ഉള്ളിലുള്ള ഒരു പ്രണയത്തെക്കുറിച്ച്. അവൾക്ക് ഒരാളെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഉമ്മ മകളെക്കുറിച്ച് കണ്ടുകൂട്ടിയ സ്വപ്നങ്ങളും കിനാവുകളും ഒക്കെ ഉള്ളിലൊതുക്കി മകളെ ചേർത്ത് പിടിച്ചിട്ട് മോളോട് പറയാണ്, സാരല്ല, നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ആദർശത്തിനും നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ജീവിത രീതിക്കുമൊക്കെ അനുയോജ്യമായ ഒരാളാണെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് ആലോചിക്കാം. തീർച്ചയായിട്ടും ഉമ്മയിപ്പയും മോളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് മോളെ. മനോഹരമായ 1.5 വർഷങ്ങൾ കൂടി കടന്നുപോയി. കോഴ്സെല്ലാം പൂർത്തിയാക്കി മോള് നാട്ടിലേക്ക് വരുന്ന ദിവസമാണ്. കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ നമുക്കൊക്കെ ഒരു ഒരുക്കുണ്ടാവും അല്ലേ? ഇല്ലേ? ഇവിടെ ആർക്കും കുട്ടികളൊന്നും ഇല്ലയെന്ന് തോന്നണം. മക്കളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴേ നമുക്കൊക്കെ ഒരു ഒരുക്കുണ്ടല്ലോ. അപ്പം ഞാനൊക്കെ അനുഭവിക്കുന്നതാണ്. കോളേജിൽ നിന്നൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മയാണെങ്കിലും അമ്മായിമ്മയാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ ഒരുക്കി വെക്കും. ഇത് കുട്ടിയെ കുറേ ദിവസമായി കാണാത്തത്